നമ്മളിപ്പോൾ നിൽക്കുന്നത് KSRTC ബസ് സ്റ്റാൻഡിലാണ്. പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡ് ഈ തെരഞ്ഞെടുപ്പ് വലിയ ചർച്ചയായ വിഷയമാണ്. നോക്കൂ, 8 കോടി രൂപ ചെലവിൽ നിർമ്മിച്ചിരിക്കുന്ന പാലക്കാട് KSRTC സ്റ്റാൻഡിൽ പുതുതായി നിർമ്മിച്ചിരിക്കുന്ന ബിൽഡിങ്ങിൽ ഒരു മൂത്രപ്പുര ഇനിയും തുറന്നു കൊടുത്തിട്ടില്ല. എന്നാൽ നോക്കൂ, ഇത് മൂന്നും ഇവിടുത്തെ മൂത്രപ്പുരകളെ അടച്ചിട്ടിരിക്കുന്നതാണ്. യാത്രക്കാർക്ക് തുറന്നു കൊടുക്കാനേ കഴിയുന്നില്ല. ഇത് പൂർണ്ണമായിട്ടും പൂട്ടിയിട്ടിരിക്കുന്ന നിലയിലാണ്. ഒരിടത്തും ഈ ടോയ്ലറ്റുകൾ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നില്ല, തുറന്നു കൊടുത്തിട്ടില്ല. എന്തിനായിരിക്കും ഇത് പൂട്ടിയിട്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പലർക്കും കാര്യം അറിയില്ല. പൂട്ടിയിട്ടേക്കുക. ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള യാത്രക്കാർ അവർക്ക് ശുചിമുറി ഉപയോഗിക്കണമെങ്കിൽ ഇവിടെ നിന്ന് ഏകദേശം 50, 60, 100, 150 മീറ്റർ അപ്പുറത്തുള്ള പഴയ കെട്ടിടത്തിലേക്ക് പോയി ദുർഗന്ധം വമിക്കുന്ന ആ സ്ഥലത്ത് പോയി അവരുടെ കാര്യങ്ങൾ സാധ്യപ്പെടുത്തണം എന്നുള്ളതാണ്. സ്ത്രീകൾക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുക. പുരുഷന്മാർ പോണ വഴിയിലൊക്കെ കാര്യം സാധിക്കുന്ന എളുപ്പ വഴികളുണ്ട്. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ച് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ വീട്ടിലെത്തുന്നത് വരെ ഇത് പിടിച്ചു വെക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പ്രേക്ഷകരെ കാണിക്കാം. ഇവിടുത്തെ ജീവനക്കാർക്കും ഈ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. മുകൾ നിലയിലാണ് അവർക്ക് ജീവനക്കാർക്കുള്ള ടോയ്ലറ്റ് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. പക്ഷേ ആ ടോയ്ലറ്റ് സംവിധാനം പോലും ഇനിയും തുറന്നു കൊടുത്തിട്ടില്ല എന്നതാണ് നമ്മളോട് ജീവനക്കാർ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഏറെ കൗതുകകരമായ കാര്യം, ഇത് കോൺട്രാക്ട് എടുത്തിരിക്കുന്നത് ഊരാളങ്കൽ എടുത്ത കോൺട്രാക്റ്റിൽ ഈ എന്താണ് ഇതിങ്ങനെ സംഭവിച്ചിരിക്കുന്നത് നമുക്കറിയില്ല. ജെൻസ് ടോയ്ലറ്റ് പൂട്ടിക്കിടക്കുക, താക്കോല് കൊണ്ട് ആൾ പോയി. കാര്യം എവിടെ സാധിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇത് ലേഡീസ് ടോയ്ലറ്റ് പൂട്ടിക്കിടക്കുക. ഇത് 3ാമത്തെ ടോയ്ലറ്റ് പൂട്ടിക്കിടക്കുക. 8 കോടി രൂപ നിർമ്മിച്ചിരിക്കുന്ന ഒരു KSRTC സ്റ്റാൻഡിൻ്റെ അവസ്ഥയാണ്. ഇത് എന്തിനു വേണ്ടി നിർമ്മിച്ചു, ആർക്കു വേണ്ടി നിർമ്മിച്ചു, അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാനുള്ള ഒരു സൗകര്യം എന്തുകൊണ്ട് ഒരുക്കി കൊടുക്കുന്നില്ല എന്നതാണ് ചോദ്യം. നമുക്ക് സ്റ്റേഷൻ മാസ്റ്റർ ഒന്ന് കാണാം. മാത്രമല്ല നമുക്ക് KSRTC വകുപ്പ് മന്ത്രിയുടെ ഒരു പ്രതികരണം കൂടി എടുക്കണം. കാര്യം പാലക്കാട് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് KSRTCയുടെ കാര്യമൊക്കെ ആഘോഷിക്കപ്പെടുമ്പോൾ അടിസ്ഥാന സൗകര്യം പോലും പലപ്പോഴും നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പ്രേക്ഷകർക്കറിയാവുന്ന പോലെ തൃശ്ശൂരിലേക്കും ഗുരുവായൂരിലേക്കും ഒക്കെ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ആളുകളാണ് ഇവിടെയുള്ളത്. ദീർഘദൂര യാത്രകൾ കഴിഞ്ഞു വരുന്ന ആൾക്കാരാണ്. നമസ്കാരം. ടൗൺ ടു ടൗൺ ആണോ, കോഴിക്കോടാണോ ട്രിപ്പ്? ആണ്. നിങ്ങൾ ഇത്രയും ദൂരെ യാത്രയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ അത്യാവശ്യത്തിന് വിശ്രമിക്കാനുള്ള മുറികളൊക്കെ ഉണ്ടോ? ടോയ്ലറ്റ് എവിടെയാ പോകുന്നത്? അവിടെ ഇപ്പോഴല്ലേ തുറന്നു കൊടുത്തത്? എത്ര കാലമായി തുറന്നു കൊടുത്തിട്ട്? അല്ല, അത് ആദ്യം ഉണ്ടല്ലോ. ഇവിടെ ജെൻസിന് കൊടുക്കാറുണ്ടോ? അത് ജെൻസിനോട് ചോദിക്കല്ലോ. എന്താ അവസ്ഥ? മുകളിലത്തെ ടോയ്ലറ്റ് ഓപ്പൺ ആണോ? ഓപ്പൺ ആണ്. നേരത്തെ ആയിരുന്നു, കറക്റ്റ് അറിയില്ല. ഞാൻ പുറത്തൊന്നും അതാണ് പ്രശ്നം. അപ്പോൾ നമുക്ക് ചോദിച്ചിട്ട് വരാം. നമ്മുടെ കൺട്രോൾ ഇവിടെ ഉണ്ട്, സ്റ്റേഷൻ മാസ്റ്റർ ഇവിടെ ഉണ്ട് എന്നാണ് നമുക്ക് തോന്നുന്നത്. സ്റ്റേഷൻ മാസ്റ്റർ സാർ ഇവിടെ ഉണ്ടല്ലോ. നമസ്കാരം സാർ. വെരി ഗുഡ് മോർണിംഗ്. ജീവിതമൊക്കെ സുഖമായി പോകുന്നുണ്ടല്ലോ. ഓക്കെ. എനിക്കത് ഏറ്റവും കൂടുതൽ ദീർഘദൂര വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേഷനാണ്. 8 കോടിയുടെ വലിയ പ്രോജക്റ്റാണ്. പക്ഷേ ആ പ്രോജക്റ്റ് അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അടിസ്ഥാന സൗകര്യം നമ്മൾ ചോദിച്ചതുപോലെ ഈ പ്രാഥമിക ആവശ്യത്തിനുള്ള ഈ ടോയ്ലറ്റ് ഫെസിലിറ്റി ഓപ്പൺ ആക്കിയില്ല, മുകളിലും താഴെയും. അതെന്തുകൊണ്ടാണ്? സെക്കൻഡ് ഫ്ലോറിലുണ്ട്. അതെ, അത് സ്റ്റാഫുകൾക്കുള്ളതാണ്. ഫസ്റ്റിൽ വന്നിട്ട് ഇത് യാത്രക്കാർ ഫസ്റ്റിൽ വന്നിട്ട് വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഇതാക്കിയതായിരുന്നു. ഇപ്പം അതില്ല. ഇത് വന്നിട്ട് ഇവിടെ സെഫ്റ്റി ടാങ്ക് ഉണ്ട്, അത് ചെറുതാണത്. പിന്നെ ഇനാഗുറേറ്റ് ചെയ്തിട്ട് എത്ര കാലമായി കാണും? 2 വർഷമായി. 2 വർഷമായി അല്ലേ? അത് ചെയ്യേണ്ടത് ആരാ ശരിക്കും? ഇതിന്റെ ആൾക്കാർ ഊരാളുകളാണ് ചെയ്യേണ്ടത്. അവർക്കാണ് അതിന്റെ. നമ്മൾ അവരോട് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. 2-3 ഇപ്പോൾ ഇടയ്ക്ക് റിപ്പയർ ചെയ്തിട്ടുള്ളത്. എന്നിട്ടും പക്ഷേ ഇപ്പോഴും പരിഹരിച്ചിട്ടില്ല. ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നു. അപ്പോൾ ഇവിടെയുള്ള യാത്രക്കാർ എവിടെ പോകണം ഈ ടോയ്ലറ്റിന് വേണ്ടി? യാത്ര ഇപ്പോൾ അവിടെ പുറത്തുണ്ട്. ഏകദേശം ഒരു 100 മീറ്റർ കഴിഞ്ഞ് പോകണം. അവിടെ അപ്പോൾ ഈ രാത്രിയിലൊക്കെ വരുമ്പോൾ സ്ത്രീകൾക്കടക്കം ബുദ്ധിമുട്ടാണ്. ഇവിടെ തുറന്നു കൊടുത്തിരുന്നെങ്കിൽ അവർക്ക് ഉപകാരമായിരുന്നു അല്ലേ? അല്ല, നിങ്ങൾക്കും ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. നമുക്ക് സ്റ്റേഷൻ മാസ്റ്ററെയോ ഇവിടെ ജീവനക്കാരെയോ കുറ്റം പറയാൻ പറ്റില്ല. ഇവരുടെ ബുദ്ധിമുട്ടാണ്. അത് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഊരാളുങ്കലാണ്. അത് ചെയ്യിപ്പിക്കേണ്ടത് KSRTCയും MLAയുടെ ഫണ്ടിൽ നിന്ന് നിർമ്മിച്ചു എന്നുള്ളത് കൊണ്ട് MLAയ്ക്കും അതിന് ഉത്തരവാദിത്വമുണ്ട്. കൃത്യമായിട്ടും അത് ചെയ്യണം. സർക്കാരും MLAയും തമ്മിലുള്ള ഏകോപനം ഈ വിഷയത്തിൽ ഉണ്ടാവണം അല്ലേ? സാറേ, അതിപ്പോ MLAക്ക് ദിവസവും KSRTCയുടെ കാര്യമൊന്നും നോക്കാൻ പറ്റില്ലല്ലോ. ഇവിടുന്ന് കൃത്യമായി KSRTCയുടെ ആ ഉദ്യോഗസ്ഥരല്ലേ അത് കൈകാര്യം ചെയ്യേണ്ടത്. MLA ഒരു ആസ്തി വികസനം പെട്ടെന്ന് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അയാളെ സാറേ, ഇതൊക്കെ ഒരു MLA, ഒരു MP, ഒരു മിനിസ്റ്ററോ പ്രാദേശിക വികസന ഫണ്ട് കൊടുത്താൽ ദിവസവും അതിന്റെ കൺസെഷൻ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ? അതിനൊരു ഉത്തരവാദിത്തപ്പെട്ട വീഴ്ച എല്ലാവരും ഉത്തരവാദികളാണ്. ഉത്തരവാദിത്തം. നമ്മളിപ്പോൾ ഒരു ഉദ്യോഗസ്ഥ നിലയ്ക്ക് ഞങ്ങൾക്ക് ഒരു പ്രത്യേക ആൾക്കാരെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി വന്നിട്ട് ഇപ്പോൾ വിശ്രമമുറി ശരിയാക്കി തരാൻ പറഞ്ഞു, AC ആക്കാൻ പറഞ്ഞു. അതിൻ്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ യാത്രക്കാർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയാണ്.
അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ നോക്കൂ, 8 കോടിയുടെ വലിയ വികസന പദ്ധതിയാണെന്ന് നമ്മൾ പറയുമ്പോഴും അതിലെ അടിസ്ഥാന സൗകര്യങ്ങൾ പലതും ഇല്ലാതെ പോകുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്.